ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിൽ വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. മുൻ സമയങ്ങളിൽ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു, എന്നാൽ റീസെന്റ് ആയിട്ട് അധികം ഉപയോഗിക്കാറില്ല. അവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ AI ഇന്റഗ്രേഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കസ്റ്റമർ പേഴ്സണ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇൻട്രസ്റ്റ് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് ആയിട്ടുള്ള ലാംഗ്വേജ് വൈസ് ആയിട്ടുള്ള ഓഡിയൻസിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. മുൻകാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് ആയിരുന്നു ഡീറ്റെയിൽ ടാർഗറ്റിംഗ്. എന്നാൽ റീസെന്റ് ആയിട്ട് അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ വളരെ വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രോംപ്റ്റ് എൻറ്റർ ചെയ്ത് കസ്റ്റമർ പേഴ്സണ പ്രോംപ്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ ഉൾപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ. എന്നാൽ എല്ലാ ആഡ് അക്കൗണ്ടുകളിലും ഈ അപ്ഡേറ്റ് ഇപ്പോൾ ലഭ്യമല്ല. ഇത്തരം അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ബ്ലൈൻഡ് ആയിട്ട് ഇത് മാത്രം ഫോളോ ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ട് ഇത്തരം അപ്ഡേറ്റുകൾ മാത്രം ഫോളോ ചെയ്യരുത്. എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റ്സ് വേണം, നല്ല ഓഫർ വേണം, മാത്രമല്ല നല്ല രീതിയിൽ ബ്രാൻഡിങ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇത്തരം അപ്ഡേറ്റുകൾ നമ്മളെ സഹായിക്കുമെങ്കിലും ഇത് മാത്രം നമ്മളെ സഹായിക്കുമെന്ന് ഒരിക്കലും കരുതരുത്. മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ആനുപാതികമായിട്ടുള്ള മാർക്കറ്റിംഗ് ബജറ്റും അതുപോലെ തന്നെ ആഡ് സ്പെൻഡ് ചെയ്യാനുള്ള ബജറ്റും നമുക്കുണ്ടായിരിക്കണം.